കേരളത്തിൻ്റെ സ്വന്തം കൊല്ലത്തിൻ്റെ സ്വന്തം ചമയവിളക്ക്, ആണഴക് പെണ്ണഴകായി മാറുന്ന ചമയവിളക്ക്. എന്താണ് ചമയവിളക്ക്? എന്താണ് അതിന് പിന്നിലെ ഐതിഹ്യം? ഇന്ന് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് പണ്ട് പനമരങ്ങൾക്കിടയിൽ ഭൂതകുളം എന്നൊരു കുളമുണ്ടായിരുന്നു. ഒരിക്കൽ കന്നുകാലികളെ മേയ്ക്കാൻ വന്ന കുട്ടികൾക്ക് ആ കുളത്തിൽ കിടന്നൊരു തേങ്ങ കിട്ടി. അടുത്തു കണ്ട ഒരു കല്ലിൽ ആ തേങ്ങ പൊട്ടിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും രക്തം വരുവാൻ തുടങ്ങി. തുടർന്ന് ഭയന്നുപോയ കുട്ടികൾ അവിടുത്തെ ഗ്രാമവാസികളെ വിവരമറിയിക്കുകയും അവർ പ്രമാണിയെ വിവരമറിയിക്കുകയും തുടർന്ന് ജ്യോത്സ്യനെ കണ്ടതിലൂടെ ആ കല്ലിന്റെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ആ നാട്ടിലെ പെൺകുട്ടികൾ വെള്ള സാരി ഉടുത്ത് മുല്ലപ്പൂവ് ചൂടി വിളക്കുമായി ആ പ്രതിഷ്ഠയെ ആരാധിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട അവിടുത്തെ ആൺകുട്ടികൾ കരി കൊണ്ട് കണ്ണെഴുതി വെള്ളമുണ്ട് സാരി പോലെ ഉടുത്ത് ചമയം കെട്ടി ദേവിയെ പൂജിക്കുവാൻ തുടങ്ങി. കുട്ടികളുടെ ഈ നിഷ്കളങ്കമായ പ്രവൃത്തിയിൽ ദേവി വനദുർഗ കുട്ടികളെ ആശീർവദിച്ചു. ആ ഓർമ്മയ്ക്കായി മീനമാസത്തിലെ രാത്രികളിൽ ഇന്നും പുരുഷന്മാർ വിളക്കേന്തി ആഭരണങ്ങൾ അണിഞ്ഞ് ദേവിയെ വണങ്ങുന്നു എന്നതാണ് കൊറ്റംകുളങ്ങരയിലെ ചമയവിളക്ക്. ദീപാരാധനയ്ക്ക് ശേഷം ദേവി തൻ്റെ ഭക്തന്മാരെ കാണാൻ വരുന്നു എന്നും അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു എന്നുമാണ് വിശ്വാസം. പുരുഷന്മാർ അവരുടെ സാധാരണ തിരിച്ചറിയൽ വിട്ട് പെൺവേഷം ധരിക്കുന്നു, വിളക്ക് പിടിച്ച് ദേവിക്ക് മുന്നിൽ നിൽക്കുന്നു. ഇതിലൂടെ താൻ ആരെന്ന തിരിച്ചറിയൽ പോലും വിട്ട് ദേവിക്ക് മുന്നിൽ അടിയനായി സമർപ്പിക്കുന്നു എന്നതാണ് സന്ദേശം. എന്തുകൊണ്ട് സ്ത്രീകൾക്കൊരു വേഷപ്പകർച്ച ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ സ്വാഭാവികമായി ദേവിയുടെ രൂപവുമായി ബന്ധമുള്ളവരാണ് എന്ന് കരുതപ്പെടുന്നു. അതിനാൽ അവർക്കൊരു വേഷമാറ്റം ആവശ്യമില്ല. പക്ഷെ പുരുഷന്മാർക്ക് ആ ദൈവിക സ്ത്രീത്വത്തെ ഉൾക്കൊള്ളുവാൻ ഈ വേഷം ഒരു മാർഗമാണ്.